തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രഞ്ജിത്ത് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അപകടത്തിൽ രഞ്ജിത്തിന്റെ ഭാര്യ അംബിക നേരത്തെ മരണപ്പെട്ടിരുന്നു. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയി മടങ്ങി വീട്ടിലെത്തുമ്പോഴായിരുന്നു രഞ്ജിത്ത് കുഴഞ്ഞു വീണത്. ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. പഴയ അപകടത്തിന്റെ അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് മരണപ്പെടും മുൻപ് ആ സമയമുണ്ടായ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇടിച്ചിട്ട് ഉടനെ വണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ബാക്കിലോട്ട് വലിച്ചു. ഞാനും വൈഫും വണ്ടിയെല്ലാം കുരുങ്ങി കിടക്കുകയായിരുന്നു. ഇടിച്ച് വലിക്കുന്ന കൂട്ടത്തിലാണോ എന്തോ വൈഫിന് ഇത്ര പരിക്ക് പറ്റിയെന്ന് അറിയില്ല. വണ്ടി എന്നിട്ട് നിർത്താതെ പോയി മയക്കം മരിച്ചടിച്ച് പോയി പോസ്റ്റ് അടിച്ച് ഇങ്ങനെ വഴി വെച്ച് നാട്ടുകാരാണ് വണ്ടി ഇടിച്ചത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ്. ആ CCTV ദൃശ്യങ്ങൾ പോലും നമുക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം വലിയ അപകടമായിരുന്നു എന്നുള്ളത്. അതിൽ തന്നെ രഞ്ജിത്തിന്റെ ഭാര്യ മരിച്ചിരുന്നു, അംബിക മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ കുറേ നാൾ ശേഷമുള്ള ദുരിതത്തിന് ശേഷം രഞ്ജിത്തും വിടവാങ്ങിയിരിക്കുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഥാർ ജീപ്പ് വന്ന് ഒരു ബൈക്കിലേക്ക് ഇടിച്ച് അമിത വേഗത്തിലായിരുന്നു വാഹനം എന്ന CCTV ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. മാത്രമല്ല ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അവിടെ കൂടി നിന്ന നാട്ടുകാർ പറയുന്നത്. ആ ഇടി കഴിഞ്ഞ് ആ വണ്ടി മുന്നോട്ടെടുക്കുന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ആ വാഹനം പുറകോട്ടെടുക്കുമ്പോൾ വീണ്ടും ഈ അവിടെ കിടന്ന അംബിക എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ ഭാര്യയുടെ മുകളിലേക്ക് വീണ്ടും ആ വാഹനം കയറുന്നുണ്ട്, ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ആ അപകടം നടന്ന് പിറ്റേ ദിവസം തന്നെ രഞ്ജിത്തിന്റെ ഭാര്യ മരണപ്പെട്ടു, അംബിക മരണപ്പെട്ടു. അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോരുകയായിരുന്നു രഞ്ജിത്ത്. ഇന്നലെ ആശുപത്രിയിൽ പോയി മടങ്ങി എത്തുന്ന വഴിക്ക് ഈ പറയുന്ന രഞ്ജിത്തും കൊല്ലപ്പെട്ടു. അങ്ങനെ 2 പേരും ആ വീട്ടിലെ മരണപ്പെട്ടു. ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്നത് 2 കുട്ടികളാണ്. ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 5.5 വയസ്സുമാണ് പ്രായം. അങ്ങനെയുള്ള ഒരവസ്ഥ ആ വീട്ടിലുണ്ട്. എന്തായാലും ഈ അപകടം നടന്ന ശേഷം ഈ വാഹനവുമായി അപകടമുണ്ടാക്കിയവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് പോയി ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നാട്ടുകാർ കൂടി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് വേഗത്തിൽ ശേഖരിക്കുകയും ചെയ്തതാണ്. പക്ഷേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന ഒരു വകുപ്പിട്ട് കേസെടുത്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് വിട്ടയക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും കൂടുതൽ നടപടികളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. രണ്ടാമത്തെ മരണം കൂടി ഉണ്ടാകുകയാണ്. ഒരു കുടുംബം അങ്ങ് അനാഥമായി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. 2 ചെറിയ കുട്ടികൾ മാത്രം അവശേഷിക്കുന്ന ഒരു വീടായി ആ വീട് മാറുകയാണ്. ഇത്രയും സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശനമായൊരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാട്ടുകാരെന്തായാലും കടുത്ത അമർഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നു. നാട്ടുകാർ തന്നെ ഇടപെട്ട് പ്രതിയെ പിടിച്ച് അപകടമുണ്ടാക്കിയ ആളെ പിടിച്ച് പോലീസിന് നൽകിയിട്ടും കടുത്തൊരു നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ രണ്ടാമത്തെ മരണവും സംഭവിച്ച സ്ഥിതിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പൂജ, നമ്മൾ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അന്ന് തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പോലീസിനെതിരെയൊക്കെ പ്രതിഷേധമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രഞ്ജിത്തിന്റെ മരണവും കൂടി ഉണ്ടാകുകയാണ്. ഇതിൽ അംബികയുടെ സഹോദരന്റെ പ്രതികരണം കൂടിയുണ്ട്, കേൾക്കാം. അവന്മാർ അത്രയും മദ്യപിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഇവിടെ ഇട്ടാണ് വണ്ടി പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ആ വണ്ടി ഓടിച്ചവന് നിൽക്കാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പോലും അതിൽ പ്രതി ആരാണെന്ന് പോലും അവർ സ്റ്റേഷനിലൊരു ഇട്ടിട്ടില്ല, പേർ പോലും ഇട്ടിട്ടില്ലെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. അതുപോലെ 2 പൊടി കുഞ്ഞുങ്ങൾ, 1.5 വയസ്സുണ്ട് ഒരു കൊച്ചി, മൂത്ത കൊച്ചിന് 5 വയസ്സ് പോയി. ഇനി ആ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്?